യൂട്യൂബ് തുറക്കുമ്പോഴേ ഫസ്റ്റ് കാണുന്നത് ആരുടെയാണ്? നമ്മുടെ ജസ്മോള വീഡിയോസുകളാണ് വന്ന് കിടക്കുന്നത്. റീൽസുകളായിരുന്നാലും ഒരു ഷോർട്സ് കാണാനിടയായി. വേറൊന്നും അല്ല കേട്ടോ, ഡ്രൈവിങ് പഠിക്കുന്നതാണ്. നിങ്ങൾ ആരെങ്കിലും ഡ്രൈവിങ് പഠിക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ ദാ ഇതുപോലെ ഡ്രൈവിങ് പഠിക്കണം. പെട്ടെന്ന് ലൈസൻസ് കിട്ടും. ലൈസൻസ് പെട്ടെന്ന് എടുക്കണ്ടേ? അപ്പം എന്താ ഇതുപോലെ പഠിക്കണം. ഫസ്റ്റ് ഗിയർ കൊടുത്താണ് പഠിപ്പിക്കുന്നത്. ഗിയറിൽ പിടിച്ചപ്പോൾ ജസ്റ്റ് ഒന്ന് മാറി, തെന്നി മാറിപ്പോയി. കൈ ജസ്റ്റ് തെന്നി മാറി. വീണ്ടും ഗിയറിലോട്ട് പിടിച്ച് പൊളിയായിട്ടുണ്ട് കേട്ടോ. വീണ്ടും ഗിയറിൽ പിടിച്ചത് സ്ഥാനം തെറ്റിപ്പോയി. ഡ്രൈവിങ് പഠിക്കണവർ ഇതുപോലെ ഇത് കണ്ട് ഡ്രൈവിങ് പഠിക്കണം. അപ്പോൾ പെട്ടെന്ന് തന്നെ ലൈസൻസ് കിട്ടും. നമുക്കിതൊന്നുമല്ല, നമുക്ക് ഫസ്റ്റ് ഇത് ഞാൻ തുടങ്ങിയെന്നേ ഉള്ളൂ. നമ്മുടെ ജസ്മോള് കോഴിക്കോട്ട് കൊയിലാണ്ടിയിൽ നിന്ന് നാട് കാണാൻ ഇറങ്ങി. കൊല്ലം, തിരുവനന്തപുരം ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി ഒരു 2-3 ദിവസം ചുറ്റിക്കറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോഴും ഫസ്റ്റ് ഗുരുവായൂർ തൊട്ട് തുടങ്ങി പുള്ളിക്കാരി. ഗുരുവായൂർ അമ്പലനടയിൽ പോയിട്ടോ അവിടെ ചെന്നിട്ട് നല്ല ആൽബം പാട്ടിട്ടങ്ങോട്ട് ലൈല ലൈല എന്നും പറഞ്ഞുകൊണ്ട് നല്ല കളി കളിച്ചു. കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് തൊഴുത് പ്രാർത്ഥിച്ച് ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ മഹാദേവനെ കാണാൻ പോയി. മഹാദേവനെ കാണാൻ പോയിട്ടോ നമുക്ക് കാണണ്ടേ മഹാദേവനെ? എന്റെ തകർച്ച കാണാൻ കാത്തിരിക്കുന്നവർക്കറിയില്ലല്ലോ, കാലനെപ്പോലും ഭസ്മമാക്കിയ മഹാദേവൻ കാവലുണ്ടെന്ന്. ജസ്മോളെ തകർച്ച കാണാനാണ് എല്ലാ ജനങ്ങളും ആഗ്രഹിക്കുന്നത്. ജസ്മോള് അമ്പലങ്ങളിൽ കയറി ഇറങ്ങുന്നത് ആർക്കും ഇഷ്ടമല്ല. വിശേഷിച്ചും പറയുന്ന ഒരു മുസ്ലിം പെൺകുട്ടി എന്നല്ലേ. കൃഷ്ണനെ വരച്ചത് കൊണ്ട് ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചു. ആളുകളെ വായിലിരിക്കുന്നത് മൊത്തവും കേൾക്കണം എന്നൊക്കെയാണ് നമ്മുടെ ജസ്ന പറയണത്. മഹാദേവനെയും കണ്ട് തൊഴുതു, അവിടെയും പ്രാർത്ഥിച്ചു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകുന്ന രംഗമുണ്ട്. ഡ്രസ്സുകൾ ഇങ്ങനെ മാറി 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 ധാവണിയാണ് മാറി മാറി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഗുരുവായൂർ പോയപ്പം വേറൊന്ന്, അതുപോലെ മഹാദേവൻ്റെ അടുത്ത് പോയപ്പം അടുത്ത വേറൊന്ന്, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ. അപ്പോഴേ അവിടെ ധാവണിയാണ്. അവിടെ ഒന്നുകിൽ സാരി അല്ലെങ്കിൽ ഇതുപോലെയുള്ള ധാവണി ഉപയോഗിക്കാം. ഹരേ കൃഷ്ണ, സർവം കൃഷ്ണാർപ്പണമസ്തു. ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഫോട്ടോ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നതാട്ടോ. ഉള്ളത് അത് എനിക്ക് ഇവിടം വരെ വരാൻ പറ്റുള്ളൂ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ. ഇവിടം വരെ വരാൻ പറ്റുള്ളൂ. വേറുള്ള മതക്കാർക്ക് അകത്തോട്ട് പ്രവേശനമില്ല പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ. അവിടെ അടിയുടെ താഴെ വരെ നിൽക്കാൻ പറ്റുള്ളൂ. ഗുരുവായൂർ അമ്പലത്തിനകത്ത് കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങൾ അത് ജനങ്ങൾക്ക്, മറ്റുള്ള മതക്കാർക്ക് ഇഷ്ടപ്പെടാതെ അവർ പറഞ്ഞ് വിലക്കിയിട്ടും കേൾക്കാതെ പിന്നെ അത് കേസായി കോടതി വരെ എത്തി. എന്നിട്ട് രണ്ടാമത് വീണ്ടും പോയി ഇതേപോലെ തന്നെ കോലങ്ങൾ കാണിച്ചതിൻ്റെ പേരിൽ വീണ്ടും അത് കോടതിയിൽ കേസായി. ഒന്നുകിൽ പറഞ്ഞാൽ അനുസരിക്കണം. കൃഷ്ണൻ്റെ പടം വരയ്ക്കുന്നത് കൊണ്ട് ആരും ഒന്നും പറയുന്നില്ല. അവരോരോ ഉപജീവന മാർഗമാണ്. വരയായിരിക്കും, കൃഷ്ണനെ വരച്ച് അതാണ് തൊഴിൽ. അതിനാരും ഒന്നും പറയൂല. പിന്നെ മറ്റുള്ള മതങ്ങളിൽ അമ്പലത്തിനകത്ത് കയറിയിട്ട് റീച്ചിന് വേണ്ടി കിടന്ന് കാണിച്ചു കൂട്ടുന്ന കോലങ്ങൾ, യൂട്യൂബ് ചാനൽ വളർത്താൻ വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടുന്ന കോലങ്ങൾ ഇത് ഉള്ളില് അരുണ് പോയി കൊണ്ട കൊടുക്കുകയാണ്. അപ്പൊ ഒരുപാട് സന്തോഷം എനിക്ക് ഈ നടാൻ പറ്റിയതിലും പത്മനാഭനെ കാണാൻ പറ്റിയതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ എനിക്ക് നേരിട്ട് കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും അരുണിന് പറ്റുന്നുണ്ടല്ല, അതിന് ഭയങ്കര സന്തോഷം. അപ്പോൾ അവന് കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഞാനൊരു ആഗ്രഹം മനസ്സിൽ വിചാരിച്ചിട്ടാണ്. ആ
ആ ഒരു ആഗ്രഹം സാധിച്ചു വിചാരിക്കുന്നുണ്ട്. വാക്കുകളുടെ എന്താണെന്നറിയില്ല. ഭയങ്കര വാക്കുകളൊക്കെ ഇടർന്നു, ഉള്ളിനകം പൊട്ടുന്നു, വിമ്മിക്കരയുന്നു കുട്ടി, വിമ്മിക്കരയുന്നു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കണ്ണൻ്റെ ഫോട്ടോ കൊടുക്കാൻ പോകുന്നതാണ്. അപ്പോഴാണ് വിങ്ങി പൊട്ടേന്ന് കണ്ണൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക്. തിരുവനന്തപുരത്തിലോട്ടാണ് ചാടിയിരിക്കുന്നത്. സന്തോഷാണോ സങ്കടമാണോ വരുന്നതെന്നൊന്നും എനിക്ക് പറയാൻ പറ്റുന്നില്ല. ഏതായാലും ഒരുപാട് സന്തോഷമുണ്ട്. ഇവിടെ വരണം, കണ്ണിനെ സമർപ്പിക്കണമെന്ന് ഒരുപാട് വിചാരിച്ചതാണ് ഞാൻ. അത് 13 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് എനിക്ക് വര തുടങ്ങിയിട്ട് എനിക്കിപ്പോഴാണ് ഈ ഒരു ആഗ്രഹം സാധിക്കാൻ പറ്റിയത്. 13 വർഷം വര തുടങ്ങിയിട്ട് ഇപ്പോഴാണ് സമർപ്പിക്കാൻ സാധിച്ചത്. ഇത്രയും നാൾ ഗുരുവായൂരായിരുന്നു. ഇപ്പം ഗുരുവായൂർ അമ്പലത്തിനോട് അത്ര താല്പര്യമില്ല. ഇപ്പം അതിനുശേഷം മുത്തപ്പന്, പിന്നെ പുള്ളിക്കാരി ഒരേ സ്ഥലത്ത് പോയിട്ട് ഗുരുവായൂരൊക്കെ മടുത്തെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് കേസും ഇതൊക്കെ ആയതുകൊണ്ട് അവിടെ നിന്ന് നാട് കടത്തി എന്ന് വേണം പറയാം. പിന്നെ റോഡിലൊക്കെ നിന്നും കൊണ്ടൊക്കെ ഓരോ കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്, അല്ലാതെ അതിനകത്തോട്ട് പ്രവേശനമില്ല. ഇപ്പോൾ എന്നിട്ട് അവിടെ നിന്ന് ചാടി ഇങ്ങനെ ഓരോ സ്ഥലത്തും പോയി പുള്ളിക്കാരി കാണിച്ചു കൂട്ടുന്ന ഒരേ ഒരു ഇത് ചാനൽ വളർത്താൻ വേണ്ടിയിട്ടാണ്, റീച്ചിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞാൻ തെറ്റുകാരിയല്ല കുറ്റക്കാരിയല്ല എന്നുള്ളത് പത്മനാഭസ്വാമിക്ക് അറിയാമല്ലോ, അത് മതി. ഇവിടുന്ന് അങ്ങോട്ട് എനിക്ക് പ്രവേശനമില്ലാലോ, ഇനിയും കാലത്ത് പ്രവേശനം മര്യാദയ്ക്കല്ലേ. അപ്പൊ ഞാൻ പ്രവേശനം ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഇടിച്ച് കയറി അങ്ങോട്ട് ചെല്ലുന്ന്, ഇടിച്ചങ്ങോട്ട് കയറും. ഗുരുവായൂർ ഇടിച്ച് കയറിയതുപോലെ ഇടിച്ച് കയറി തന്നെ അകത്തോട്ടങ്ങ് പോ, അപ്പോഴും കാണാം എന്താണ് അവിടെ നടക്കണമെന്ന്. അരുണിന്റെ കൈ കൊടുത്തയക്കാട്ടോ, അരുണിന്റെ കൈ കൊടുത്തയക്കാട്ടോ. ഇതെന്തോ ഒരു അഭിനയമെന്നറിയാം. ആ കണ്ണൻ്റെ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് മുത്തം കൊടുക്കണം. ഇതാണ് ഞാൻ പറഞ്ഞത്. ഈ ജസ്ന റീച്ച് ആവാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാണിച്ചു കൂട്ടണം, ഫേമസ് ആവാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാണിച്ചു കൂട്ടണം എന്ന് ചോദിച്ചാൽ അറിഞ്ഞൂടാ. അല്ലാതെ ഒന്നുമല്ല. അല്ലാതെ കൃഷ്ണനെ ആരാധിക്കുകയോ അല്ലാതെ അമ്പലത്തിൽ കയറണതൊക്കെ അത് വേറെ. ഈ ഒരു അർത്ഥത്തിലാണ് ഫേമസ് ആവണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ജസ്ന കാണിച്ചു കൂട്ടണത്. ഗുരുവായൂർ നടയിൽ വെളിയിൽ നിന്ന് പുള്ളിക്കാരി ഒരു പാട്ട് പാടി റീൽസ് എടുത്തതാണ്. ഈ റീൽസ് എടുക്കാൻ വേണ്ടിയാണ് ഓരോ അമ്പലം തോറും പോണത്. കണ്ണൻ്റെ ഒരു ഫോട്ടോയും വരച്ചു വെച്ച് പോകും. അപ്പോഴ് കുറച്ച് ജനങ്ങളൊക്കെ ഇതറിയപ്പെട്ട് ഈ ചാനൽ കാണുന്ന വഴിക്ക് വിളിച്ച് ഫോട്ടോ ചോദിക്കാറുണ്ട്. അതുപോലെ നമ്പരൊക്കെ കൊടുത്ത് കോൾ ചെയ്യാറുണ്ട്. വേറെ വൃത്തികെട്ട രീതിക്കുള്ള കോളൊക്കെ ചെയ്യാറുണ്ട് ജനങ്ങൾ. അതൊക്കെ തെറ്റ് തന്നെയാണ്. തെറ്റെന്ന് തന്നെയാണ് പറയുന്നത്. അങ്ങനെയുള്ള കോളുകൾ കൃഷ്ണൻ്റെ പടം വിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ നമ്പർ അതിൽ കൊടുത്തിരുന്നത് എന്നാണ് പുള്ളിക്കാരി പറയുന്നത്. അപ്പോൾ അതിനെ എടുത്തു വെച്ചും പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതങ്ങനെ ചെയ്യുന്നത്, അങ്ങനെയുള്ള സംസാരം അത് തെറ്റ് തന്നെയാണ്. ശരിയാണെങ്കിൽ ശരിയെന്നും പറയും, തെറ്റാണെങ്കിൽ തെറ്റെന്നും പറയും. അപ്പോൾ എന്താ, ഒരു അമ്പലത്തിനകത്ത്, ഗുരുവായൂർ അമ്പലത്തിനകത്തല്ല വെളിയിലാണ് ഇപ്പോൾ പുള്ളിക്കാരി നിൽക്കണത്. നിന്നും കൊണ്ട് അവിടെ റീൽസ് എടുക്കുകയാണ്. റീൽസ് എടുത്ത് അവിടെ പാട്ട്, ഏത് പാട്ടാണെന്ന് കേൾക്കണ്ടേ? ലൈല ലൈല എൻ്റെ പൂങ്കിനാവ് തൊട്ടും ലൈല ലൈല. അയ്യോ, സമ്മതിച്ചു കൊടുക്കണം. അടിച്ച് ഓട്ടിക്കാൻ ആളില്ല പന്നനെ. അമ്മുമ്മ ആരൊക്കെ പേടിച്ച് ദൂരോട്ട് മാറി നിൽക്കണം. ഇതെന്തോന്ന് കോല ഈ കിടന്ന് കാണിക്കണേന്ന്. എത്രയോ പേര് ആ ഗുരുവായൂർ അമ്പല നടയിൽ അവർ വന്ന് തൊഴുതിട്ടൊക്കെ പോണു. ഇത് മാത്രം അവിടെ കിടന്നും കൊണ്ട് മരം ചുറ്റി കളിയും, മരം ചുറ്റി പ്രേമം എന്നൊക്കെ പറയില്ല, അതേ കണക്കിന് കിടന്ന് കൈസേ ലൈലേ ലൈലേ ഇത് തന്നെ അവിടെ കാണിച്ച. ആ വണ്ടി ആ ടെമ്പോയൊക്കെ ഒഴിച്ചു കൊണ്ട് പോവേണ്. ഇതെന്തോന്ന്, ഇത് ഇങ്ങനെയുണ്ടാ? ഇതാണ് ഒരു കൃഷ്ണൻ്റെ പടം വരച്ചിട്ട് മര്യാദയ്ക്ക് ഒരു അമ്പല നടയിൽ കൊണ്ടുവന്ന് കൊടുത്തിട്ടിഞ്ഞ് വന്നൂടെ? ഇത് പിന്നെ 10 പേര് അറിയണ്ടേ? അതിന് വേണ്ടിയിട്ടുള്ള തുള്ളലാണ് ഈ കാണിച്ചത്. പിന്നെ ഇതും കഴിഞ്ഞിട്ട്
പുള്ളിക്കാരി എവിടെയാണ് പോണത്? അപ്പം അമ്പലങ്ങളൊക്കെ കയറി ഇറങ്ങി നിരങ്ങി. ഇനി എവിടെയാണ് പോണത്? ഭീമാപ്പള്ളിയിൽ പോണതുണ്ട്. ഭീമാപ്പള്ളിയിൽ പോയിട്ട് അവിടെ റീൽസ് എടുത്ത്, പള്ളി നടയിൽ റീൽസ് എടുത്ത്. അപ്പം ആളുകൾക്ക് ബെറ്റ് വയ്ക്കുകയാണ്. ആരാണ് പറഞ്ഞത് ഞാൻ ഹിന്ദു മതത്തെയും മുസ്ലിം മതത്തിനെയും ഞാൻ ഒരുപോലെ കൊണ്ടുപോകുന്നു? നിങ്ങൾ ആരാണ് പറഞ്ഞത് ഞാൻ എനിക്ക് മുസ്ലിം മതത്തിനോട് ഒന്നും തോന്നൂല എന്ന്? ഞാൻ ഒരു മുസ്ലിം സ്ത്രീ എന്ന് അതൊക്കെ പോട്ട്. വേറൊരു സംഭവം കൂടെ ഉണ്ടായി, അത് കാണാം. ഇത് കഴിഞ്ഞിട്ടാണ് ഭീമാപ്പള്ളിയിൽ പോകുന്നത്. കണാരേട്ടൻ കൊടുത്തു വിട്ടതിന് ശേഷം അവിടെ ഒരു സംഭവം ഉണ്ടായി. ഈ ഫോട്ടോയും കൊണ്ട് നിൽക്കുമ്പോഴൊക്കെ ഫുള്ള് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇരുട്ട് മൂടിയായിരുന്നു. നമ്മളെ ജസ്മോളെടുത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കാല് വെച്ചപ്പോഴത്തേക്ക് അവിടെ ഫുള്ളങ്ങ് ഇരുട്ടായി. ഈ കണ്ണൻ്റെ പടം കൊണ്ടുവന്ന് കൊടുത്തപ്പോഴെന്തോന്ന് ചെയ്ത് അത് അവിടെ അങ്ങ് സ്വീകരിച്ച്, പത്മനാഭസ്വാമി അങ്ങ് സ്വീകരിച്ച്. അപ്പോഴെന്തോന്ന് ഇത് വെളിച്ചം വന്നു. ആ പറയണത് നമുക്കൊന്ന് കേൾക്കണം. അപ്പം ഏതോ ഒരു സ്ത്രീ അവിടെ പിടിച്ച് നിർത്തിയിട്ട് ആ സ്ത്രീയുടെ അടുത്ത് പറയുന്നതാണ്, ഒന്ന് കേൾക്കാം. അതെ, ഞങ്ങൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലുള്ളത്. ഇവിടെ വെച്ചിട്ട് ഒരു ഭയങ്കര അത്ഭുതം തോന്നി. ഇത്രയും നാൾ ഗുരുവായൂർ ഫോട്ടോയും കൊണ്ട് കൊടുത്ത് വീഡിയോയും എടുത്ത് കേക്കും കട്ട് ചെയ്ത് പിന്നെ അതുപോലെ റീൽസൊക്കെ എടുത്ത് കൃഷ്ണൻ്റെ വിഗ്രഹത്തിൽ മാല ഇട്ടപ്പോഴൊന്നും ഇതുപോലെ അതിനകത്ത് കയറിയിട്ട് അപ്പോഴൊന്നും സംഭവിക്കാത്തത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ, അതുപോലെ അതായത് തിരുവനന്തപുരത്തിൻ്റെ മണ്ണിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കയറിയപ്പോൾ ഒരു അത്ഭുതം സംഭവിച്ചു. എന്താണെന്ന് നിങ്ങൾക്ക് കേൾക്കണ്ടേ? സാക്ഷിയാണിത്. ഏതോ ഒരു തമിഴത്തി അപ്പുറത്തോട്ട് നിപ്പുണ്ട്, വേറെ എന്തോ ഒരെണ്ണം അടുത്ത് നിപ്പുണ്ട്. അവരാണ് സാക്ഷികൾ രണ്ടുപേരും. കേട്ടോളണേ. അതെ ചേച്ചി, പത്മനാഭനെ തൊഴുത് തിരിച്ച് വന്നു കേട്ടോ. വന്ന് എനിക്ക് കൈൻ്റെ അടിയിൽ കുറച്ച് പ്രസാദം ചേച്ചി കൂടെ നിന്ന ചേച്ചി അമ്പലത്തിനകത്ത് പോയി തൊഴുതിട്ട് പ്രസാദം കൊണ്ടുവന്ന് നമ്മുടെ ജസ്മോള നെറ്റിയിൽ തേച്ച് കൊടുത്തു. മുഖത്തൊക്കെ മഞ്ഞ കളർ, മുഖത്തൊക്കെ തേച്ച് നോന്നാ. പ്രസാദം കൊണ്ട് തന്ന് ഞാനിങ്ങനെ കയ്യിൽ തൊട്ടിട്ട് ഇങ്ങനെ നെറ്റിട്ട് വെച്ചപ്പോഴേക്കും ഇവിടെ ഒന്നായിട്ട് ലൈറ്റ് ഓണായി. അതുവരെ ഇത്രയും നാൾ അമ്പലങ്ങളിൽ കയറിയപ്പോഴൊക്കെ ജസ്മോള് കാല് കുത്തിയപ്പോഴൊക്കെ ഇതുപോലെ പ്രകാശം വന്നിട്ടുണ്ടാ? പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മണ്ണിൽ കാല് വെച്ചപ്പോൾ ഇരുട്ടായിരുന്നു. പിന്നെ ജസ്മോള് കണ്ണനെ കൊടുത്തു വിട്ട് അകത്തോട്ട് നമ്മുടെ കണാരേട്ടൻ കൊണ്ടുപോയി അകത്ത് കൊണ്ടു ചെന്നതും ഫുള്ളങ്ങ് പ്രകാശം പരന്നു. അത്ഭുതം. അത് ഇരുട്ടിലിരുന്നിട്ട് ഭയങ്കര ഒരു പ്രകാശം. അത് പത്മനാഭൻ അത് പ്രസാദം തന്നത് തന്നെയാണ്. എന്താണോ ആഗ്രഹിച്ചത് അത് ഞാൻ നിനക്ക് സാധിച്ചു തരും. നീ ഇരുട്ടത്തിരിക്കണം. ജസ്മിക്ക് സാധിച്ചു കൊടുക്കും. ആ പ്രസാദം കൊണ്ടുവന്ന് നെറ്റിയിലോട്ട് തേച്ചപ്പോഴത്തേക്ക് അവിടെ അങ്ങ് വെളിച്ചം പരന്നു. കണ്ണനും കൂടെ അകത്ത് കൊടുത്തിരിക്കുകയല്ലേ, കണ്ണനെയും കൂടെ അകത്ത് പോയത് കൊണ്ട് ഇതങ്ങ് സംഭവിച്ചു. വെട്ടത്ത് തന്നെ ഇരുന്നോളൂ എന്ന് ഭഗവാൻ പറഞ്ഞതുപോലെ തന്നെയാണ്. അത് ഒരു മാറ്റം ഉണ്ടാവില്ല. അത് കറക്റ്റാവണം. ഭഗവാൻ പറഞ്ഞതാ, പറയാതെ പറഞ്ഞു എന്ന് പറയില്ലേ, അത് ഭഗവാൻ പറഞ്ഞതാണ്. ഇടയ്ക്കിടയ്ക്ക് ഈ കമൻ്റ് ഇടുന്നവരെയും അതുപോലെ ഫോൺ വിളിക്കുന്നവരെയൊക്കെ നല്ല ചീത്ത വിളിച്ചിട്ടുണ്ട്. അതെല്ലാം ഭഗവാൻ ഉൾക്കൊണ്ടുകൊണ്ട് ഭഗവാൻ അവിടെ വെളിച്ചം കൊടുത്തതാണ്. അത് തൊട്ടതും പെട്ടെന്ന് ഇവിടെ ഭയങ്കര ഒരു വെട്ടമായിരുന്നു. ഭഗവാൻ വന്ന് സന്തോഷിച്ചു. അത് തന്നെ പറയാനുള്ളത്. പ്രസാദം തൊട്ടപ്പോഴത്തേക്ക് ഭഗവാൻ അവിടെ വെളിച്ചം കൊണ്ടുവന്നു. ഇനിയിപ്പോൾ അടുത്ത ആളിനെ വിളിച്ചിട്ടുണ്ട് അഭിപ്രായം പറയാനായിട്ട്. ഉണ്ട്. പെട്ടെന്ന് വരി. ഒന്ന് പറഞ്ഞു കൊടുക്ക് లైట్ వన్న కథ. బొట్టు పెట్టగానే అంటే మీరు హిందువులే పెట్టుకుంటారు కదా బొట్టు, ముస్లిమ్స్ పెట్టుకోరు కదా.
ഹിന്ദുവാണ് പൊട്ട് തൊട്ടിട്ടുള്ളത്, അപ്പോൾ ഒരു മുസ്ലിം അല്ലേ പൊട്ട് തൊട്ടത്? അപ്പോഴവിടെ പ്രകാശം വന്ന് എന്നാണ് ചേച്ചി പറയുന്നത്. ഇതാണ് അവിടെ നടന്നത് കേട്ടോ. അവര് പറയുന്നത് മുസ്ലിംസ് പൊട്ട് വെക്കുന്നത് കണ്ടിട്ടില്ലാലോ, ആ ഷോക്കായി നിൽക്കുന്ന കൂട്ടത്തിലേക്ക് ഈ ലൈറ്റും കൂടി വന്നെന്നാ അവര് പറയുന്നത്. ഡബിൾ ഷോക്കായി പോയി, ഡബിൾ ഷോക്ക്. ഇതാണൊരു ദൃക്സാക്ഷി, ഇതാണൊരു ദൃക്സാക്ഷി. എന്റെ മോളും ഉണ്ട്. ഭയങ്കര അത്ഭുതമായി പോയി. പ്രകാശമുണ്ട് എന്ന് പത്മനാഭൻ കാണിച്ചു തന്നു. എന്റെ പ്രാർത്ഥന സ്വീകരിച്ചു, എന്റെ കണ്ണനെ സ്വീകരിച്ചു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. അങ്ങനെ ജസ്മോളെ കണ്ണനെ അവിടെ അകത്ത് സ്വീകരിച്ചു, പത്മനാഭസ്വാമി സ്വീകരിച്ചു കഴിഞ്ഞു. അപ്പോഴതിൻ്റെ തെളിവാണ് ആ പൊട്ടു കുത്തിയപ്പോഴത്തേക്കാണ് അതവിടെ അങ്ങനെ സംഭവിച്ചത്. വെളിച്ചം അങ്ങ് മൊത്തത്തിൽ പ്രകാശം പകർന്നു. ഇത്രയും നാളങ്ങനെ സംഭവിച്ചിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കണം, ഹിന്ദുക്കളായ നിങ്ങൾ ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലായാലും ഗുരുവായൂരായാലും കാല് കൊണ്ടുവന്ന് കുത്തിയപ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ജസ്മോള്, അതായത് ഒരു മുസ്ലിം പെൺകുട്ടി കൊണ്ടുവന്ന് കാല് കുത്തിയപ്പോഴത്തേക്ക് എന്തു സംഭവിച്ചു? പ്രകാശം പരന്നു. കൊടുങ്ങല്ലൂർ അമ്മേരെ അടുത്ത് പോയിട്ട് അവിടെ എന്തിനാണ് പോയത്? സംഭവം റീൽസ് എടുക്കാനൊക്കെ പോയി. ഇതിന് വേണ്ടിയിട്ടാണല്ലോ പുള്ളിക്കാരി ഇറങ്ങി തിരിച്ചത്. അപ്പോഴേ അവിടെ വെച്ചിട്ട് കുറച്ച് പേര് അവിടെ തൊഴുവാൻ വന്ന ആളുകളെ വിളിച്ചു കൂട്ടിയിട്ട് ഫോട്ടോ എടുക്കണം, നമുക്കൊന്ന് കാണാം. വേറെ പണിയില്ല. അങ്ങനെ പുള്ളിക്കാരി അവിടെയും ഫോട്ടോ എടുത്തു. ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ, ആരാധകർ കൊണ്ടങ്ങ് ഒഴുകയാണ്. ജസ്നേരെ പിറക്കിയെന്ന് ആരാധകർ ഒഴുകയാണ്. അതുകൊണ്ടാണ് ഈ അമ്പലങ്ങളിൽ പോയി ഫോട്ടോയൊക്കെ എടുക്കണത്, റീൽസൊക്കെ എടുക്കണത്. നമ്മുടെ ഭീമാപ്പള്ളിയിലോട്ട് പോയി അവിടെയും കുറച്ച് പുരാണങ്ങളൊക്കെ പറയുന്നുണ്ട്. പുള്ളിക്കാരി കൃഷ്ണൻ്റെ ഓടക്കുഴലോ എന്തൊക്കെയോ ഇത് മാലയിട്ടും കൊണ്ടാണ് പുള്ളിക്കാരി കയറി പോണത്. ഈ ഇടയ്ക്ക് വെച്ച് അതും ഒരെണ്ണം ഒപ്പിച്ചവിടെന്ന പ്രസാദം തൊട്ടല്ലോ. ആ പ്രസാദം എന്തുകൊണ്ട് ഇപ്പുറത്ത് പോയപ്പോൾ എടുത്തിട്ടില്ല? കുറച്ച് പുരാണങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് പ്രസംഗിക്കുന്നുണ്ട്. അവിടെ നിന്ന് ഇറങ്ങി ആദ്യം വന്ന് നോക്കിയിട്ട് അങ്ങനെ അവര് എന്തെങ്കിലും എതിർപ്പ് പറയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇല്ല, അവര് എതിർപ്പ് പറയൂന്ന് ഇവിടെ ആര് പറഞ്ഞു? പള്ളിയിൽ എത്രയോ ഹിന്ദുക്കള് ഓരോരോ അസുഖങ്ങൾ വന്നിട്ട് ആ ഭീമാപ്പള്ളിയിലൊക്കെ ചെന്ന് തൊഴുത് കരയണവരുണ്ട്. അല്ല നിന്റെ കണക്ക് ചെന്ന് നിന്നിട്ട് അവിടെ കേക്കും കട്ട് ചെയ്ത് അവിടെ ചെന്നിട്ട് റീൽസ് എടുക്കുകയും തുള്ളിക്കളിക്കുകയും അല്ല ചെയ്യണത്. അങ്ങനെ ചെയ്യണത് കൊണ്ടാണ് ആളുകൾ പറയണത്. അല്ലാത്ത പക്ഷം നിങ്ങൾ നാവ് പൊക്കരുത്. ഇവിടെ ഒരു ബോർഡ് എഴുതി വെച്ചിട്ടില്ല, മറ്റു മതസ്ഥർക്ക് പ്രവേശനമില്ല എന്നുള്ള ബോർഡ് എഴുതി വെച്ചിട്ടില്ല. എല്ലാ മതസ്ഥർക്കും ഭീമാപ്പള്ളിയിൽ കയറാം. എല്ലാ മതസ്ഥർക്കും പള്ളികളിൽ പോവാം. പള്ളികളിൽ പോകണ്ട എന്നാരും പറയുന്നില്ല, പള്ളികളിൽ പോവാം. നിന്റെ കണക്ക് പോയിട്ട് ഇതേ കണക്കുള്ള വേലകൾ ആരും കാണിക്കൂല, അതാണ് പറയണത്. അത് എഴുതി വെക്കാത്തിടത്തോളം കാലം നിങ്ങൾക്ക് ഓരോരുത്തർക്കും വന്ന് പ്രാർത്ഥിക്കാം. ഇതിൻ്റെ ഉള്ളിലുണ്ട് ഒരു സിന്ദൂരം തൊട്ട ഒരു ചേച്ചി കിടന്നുറങ്ങുന്നത്. ഒരു സിന്ദൂരം തൊട്ടല്ല, ഒരുപാട് പേര് അവിടെ ഉണ്ട്. അസുഖങ്ങളായിട്ട് വന്ന് കിടന്ന് കരഞ്ഞ് വിളിക്കണവരുണ്ട് ഒരുപാട് പേര്. ഉറങ്ങുന്നത് പോലെ അമ്മയുടെ അടുത്ത് ഉറങ്ങുന്നത്. ഭീമാപ്പള്ളി ഒരു സ്ത്രീയാണ് എന്നുള്ളത് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. അപ്പം അവിടെ ഒരു അമ്മയുടെ മടിത്തട്ടിൽ കിടന്നുറങ്ങുന്നത് പോണം ഒരു സ്ത്രീ, ഒരു സിന്ദൂരമൊക്കെ തൊട്ടൊരു സ്ത്രീ കിടന്നുറങ്ങുന്നുണ്ട്. അതാണ് ഭീമാപ്പള്ളി. ഇവിടെ ജാതി മതമൊന്നുമില്ല. അപ്പൊ വെറുതെ ഓരോന്നിങ്ങനെ പറഞ്ഞു കൂട്ടുക ചെയ്യുന്നത് നിങ്ങൾക്ക് ആണ് പ്രശ്നം, നിങ്ങളുടെ കണ്ണിനാണ് പ്രശ്നം, അല്ലാതെ മതത്തിനല്ല പ്രശ്നം. മുസ്ലിം ആൾക്കാരൊക്കെ തീവ്രവാദികളാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന സ്വഭാവം ഉണ്ടല്ലോ, അതങ്ങ് നിർത്തിക്കാളി. മതം ഉപേക്ഷിച്ച് പോയിട്ട് പോലും ആര് പറഞ്ഞത് മുസ്ലിം ആളുകൾ തീവ്രവാദികളെന്ന്? ഈ പറഞ്ഞ ആളല്ലേ പറഞ്ഞ മുസ്ലിം മതക്കാർ തീവ്രവാദികളാണ്, പിന്നെ തട്ടമിട്ട് നടക്കണത് തീവ്രവാദികളാണ്, മറ്റുള്ളവരാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്, കമന്റ് ഇടുന്നവർ മോശം ആൾക്കാരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കണ ആരാണ്? ഞാൻ ആ മതത്തിനെ സപ്പോർട്ട് ചെയ്ത് പറയണമെന്നുണ്ടെങ്കിൽ എനിക്കിവിടെ കയറി വരാൻ പറ്റുന്നുണ്ട്. പള്ളിയുടെ മുമ്പ് നിന്നും കൊണ്ട് നല്ല കാര്യം പറയുന്നുണ്ട്, അമ്പലത്തിൻ്റെയൊക്കെ അവിടെ പോയി നിന്നും കൊണ്ട് മുസ്ലിങ്ങളെ കുറ്റം പറയും.
കണ്ടോ, ഇത് വിട്ടിട്ട് തന്നെയാ കയറി ചെന്നത്. എന്നെ ആരും ഇറക്കി വിട്ടിട്ടില്ല. എന്നോടാരും ഒന്നും മുഖം കൃഷ്ണന്റെ ആ മാല, ആ കഴുത്തി കിടന്ന ഏതോ ഒരു മാല, കൃഷ്ണന്റെ എന്തോ ഓടക്കുഴലോ എന്തോ പതിച്ച ഒരു മാല, അത് ഇട്ടുകൊണ്ടാണ് ചെന്നത്. അവരാരും കണ്ടിട്ടൊന്നും പറഞ്ഞില്ല. നിന്റെ ഞാൻ ചോദിക്കട്ടെ, ഈ ജസ്ന നിന്റെ മാല ആരെങ്കിലും പിടിച്ചു നോക്കിയാ? കണ്ണനാണ് ഇതിനകത്തിരിക്കുന്നത്. അവർക്ക് അവിടെ അതിനകത്തുള്ളവർക്ക് വേറെ ഒരു പണിയില്ലേ? നിന്റെ മാല പിടിച്ചു നോക്കാനാണ് സമയം. സംസാരിച്ചിട്ടില്ല. അങ്ങനെ എന്നെ ഇതൊക്കെ കണ്ടിട്ടും ഇവിടെ അവർ കേട്ടുന്നുണ്ടെങ്കിൽ അവർ ഇത്രേ ചിന്തിക്കുന്നുള്ളൂ. അവള് മനസ്സ് മാറി അവള് പടച്ചോന്റെ രീതിയിലേക്ക് വരികച്ചാൽ അതിന് കാരണക്കാരൻ ഞങ്ങളും കൂടി ആവുക വെച്ചാൽ ഞങ്ങൾക്ക് പള്ളിയിൽ ചെന്നിന്ന് നല്ല കാര്യം പറയുന്നുണ്ട് കേട്ടോ. ഇത്രയും നാൾ പറഞ്ഞതുപോലെയല്ല, അതാണ് പറയണത്. റീച്ചിന് വേണ്ടിയാണ് ഇതെല്ലാം കാണിക്കുന്നത്. ആ പള്ളിക്കകത്തുള്ളവരാരെങ്കിലും മാല പിടിച്ചു നോക്കൂ? ഒരു സ്ത്രീ ഇങ്ങനെ കഴുത്തിൽ എന്തെങ്കിലും ഇട്ടുകൊണ്ട് വന്നാൽ അത് പിടിച്ചു നോക്കൂ? ഒരു തൊട്ട് നോക്കൂ? ഇതെന്തോന്ന് വിവരക്കേട് പറയണത്? അപ്പം ഇതൊക്കെയാണ് കാര്യങ്ങൾ. പള്ളിയിൽ പോയിട്ട് നല്ല കാര്യങ്ങൾ മുസ്ലിങ്ങളെയും പറയുന്നുണ്ട്, നല്ല കാര്യങ്ങളൊക്കെയാണ് പറയണത്. അതുപോലെ ഒരു കാര്യം ചെയ്യാൻ തന്നെ ആ കുറിയും തൊട്ട് പള്ളിക്കകത്ത് ഭീമാ പള്ളിയിൽ കുറിയും തൊട്ടുകൊണ്ട് കയറാത്തെന്തായിരുന്നു? ഒരു കൃഷ്ണന്റെ ഫോട്ടോ കൊണ്ടുവന്ന് അവിടെ കൊടുക്കാത്തെന്തായിരുന്നു? ഹിന്ദുക്കൾ ചോദിക്കുന്നതും അതായിരിക്കും. എന്തുകൊണ്ട് ആ പള്ളിക്കകത്ത് കയറിയിട്ട് കൃഷ്ണന്റെ ഫോട്ടോ കൊണ്ടുവന്ന് കൊടുത്തില്ല? പള്ളിയിൽ അമ്പലത്തിനകത്ത് കൊണ്ട് കൊടുത്തല്ലോ. അപ്പോൾ ഓരോ വാക്കുകളും പറയുമ്പോഴൊക്കെ സൂക്ഷിക്കണം. ജസ്ന തന്നെയാണ് ഇതെല്ലാം പറയണത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലോട്ട് കാലുകുത്തി, അവിടെ കാലുകുത്തിയ ഉടൻ തന്നെ അവിടെ പ്രകാശം തെളിഞ്ഞു. അതുപോലെ ഭീമാപള്ളിയിലോട്ട് ചെന്നപ്പോഴത്തേക്ക് അവിടെയും പ്രകാശം തെളിഞ്ഞ ആവോ? അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുകയാണ്.